നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളെപ്പോഴും നാമം ചൊല്ലൂ എന്ന് പറയാറുണ്ട്. എപ്പോഴും നാമം ചൊല്ലിക്കഴിഞ്ഞാൽ, ഭഗവാനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ, നാരായണീയം വായിച്ചാൽ, ഭാഗവതമൊക്കെ വായിച്ചാൽ, ഇതെല്ലാം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനൊരു ശക്തിയാണ് ലഭിക്കുക. പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്ത് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നവർ, അപ്പോൾ ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ, ഭഗവാന്റെ ആ ഒരു പവർ, അത് ശരിക്കും അനുഭവിച്ച് അറിയുക തന്നെ വേണം കേട്ടോ. ഇത് എപ്പോഴും പ്രത്യേകിച്ച് ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. അപ്പോൾ അതേക്കുറിച്ച് തന്നെ ആദ്യം പറയാം കേട്ടോ. നാലമ്പലത്തിനകത്ത് ഞങ്ങൾ തൊഴാൻ പോയ സമയത്താണ്, ഞങ്ങൾ ഭഗവാനെ തൊഴുതു. അങ്ങനെ ആ ഒരു വടക്ക് ഭാഗത്തെത്തിയ സമയത്താണ് ഒരു ബഹളം കേൾക്കുന്നത് ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ എല്ലാവരും പോയി നോക്കി. ഞാനും വിഷ്ണു ശുക്രനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഭക്തരും അതെന്താണ് അവിടെ നിന്നുള്ള ബഹളം എന്നറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഒരു ചേച്ചി നിന്ന് കരയുക. അത് അത്രയും സങ്കടം വന്നിട്ട് നെഞ്ച് തല്ലിയിട്ടാണ് കേട്ടോ ആ ചേച്ചി അവിടെ കരയണേ. അപ്പോൾ അവരെ കൂടെ വന്നവർ പിടിക്കുന്നുണ്ട്, അവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും പിടിക്കാൻ സാധിക്കാതെ അത്രയും ആ ചേച്ചിയുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവൻ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. അത് ഉറക്കെ അല്ലമുറ ഇട്ടിട്ടാ കരയണേ, എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ. എന്താണെന്നറിയാം ചേച്ചിയുടെ ഏറ്റവും വലിയ സങ്കടം ഉണ്ടായത്? ആ ചേച്ചിയുടെ മകൻ മരിച്ചുപോയി. അവ ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അവനെ സംരക്ഷിക്കണം എന്നുള്ളത്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് തിരികെ നൽകണം എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എന്തൊക്കെ വഴിപാടുകൾ ഞാൻ ചെയ്തു, നാരായണ നാമം എഴുതി ഞാൻ സമർപ്പിച്ചില്ലേ, എന്നിട്ടും എന്തിനാ കണ്ണാന്നാ വിളിക്കുന്നത്, കണ്ണാന്നാ ഭഗവാനെ വിളിക്കുന്നത്, എന്തിനാ കണ്ണ എൻ്റെ കുഞ്ഞിനെ നീ എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിച്ചിട്ടാണ് ചേച്ചി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ആ മണ്ഡപത്തിന് മുന്നിൽ തല തല്ലി കരയാന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഭഗവാന്റെ മുന്നിൽ ഒരു ചേച്ചി, ഒരു ഭക്ത അല്ലെങ്കിൽ ഒരു ഭക്തൻ ഇങ്ങനെ നിന്ന് കരയണം കാണുന്നത്. പലരും ഭഗവാനെ കണ്ടിട്ട് സങ്കടം കൊണ്ട് കണ്ണ് നിറയണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും എന്താ പറയുക, നെഞ്ചു തല്ലി കരയുക, അത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ട് അലമുറയിട്ട് കരയുന്ന ഒരു ഭക്തയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ പലരും ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക എന്ന് തോന്നുന്നു. കാരണം അത്രയും സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അത് മനസ്സിലാക്കിയപ്പോൾ അവിടെ കൂടെ നിന്ന് എല്ലാവരും കരഞ്ഞു. ഒരാൾ പോലും കരയാത്തുണ്ടായിരുന്നില്ല. എൻ്റെ ശുക്രൻ 4 വയസ്സായിട്ടുള്ളൂ. ശുക്രൻ പോലും ചോദിച്ചു, എന്തിനാ ചേച്ചി കരയണം അമ്മയെന്ന് ചോദിച്ചിട്ട്, എന്താ ചേച്ചിയുടെ സങ്കടം എന്ന് ചോദിച്ചു. അത്ര പോലും എല്ലാവരുടെയും മനസ്സിൽ തട്ടിയ, എല്ലാവർക്കും മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൂടെ നിന്ന് എല്ലാവരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ആ ചേച്ചിക്കും ആ കുഞ്ഞിനും, മരണപ്പെട്ടു പോയ കുഞ്ഞിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാതെ ആരും തന്നെ ഇതിനുണ്ടായിരിക്കില്ല. പ്രാദേശികത്തിൽ തൊഴുത അമ്മമാർ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് തൊഴുതത്. അവരെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്കും പറയാനുണ്ടായിരുന്നത് ആ കാര്യം തന്നെയായിരുന്നു. അത്രമേൽ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു ആ ചേച്ചിയുടെ ആ ഒരു സങ്കടം എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ തൊഴുത് കുറേ പേരൊക്കെ പിടിച്ച് SOI ഒക്കെ വന്നിട്ടായിരുന്നു ആ ചേച്ചീനെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പറക്കി കരഞ്ഞിട്ടാണ് ആ ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ആ വടക്ക് ഭാഗത്ത്, നാലമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റമ്പലത്തിൽ വടക്ക് ഭാഗത്ത് ഇരുന്നിട്ട് പിന്നെയും കരയുന്നുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആശ്വാസം എന്ന് പറയുന്നത് ഭഗവാനാണ്. പലർക്കും എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അത്രയും സങ്കടപ്പെട്ടിട്ടാണ് ഇന്നലെ പലരും തൊഴുതിറങ്ങി. സാധാരണ ഭഗവാനെ തൊഴുതിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇന്നലെ ഒരു സങ്കടം കൂടെ ഉണ്ടായിരുന്നു. അത് ഈ ചേച്ചിയുടെ വിഷമം കണ്ടിട്ടാണ് പലർക്കും സങ്കടമായത് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ചേച്ചിയാണ് അവരുടെ മകൻ്റെ വിയോഗത്തിൽ വേദനിച്ചിട്ട് കരഞ്ഞത്. അങ്ങനെ കരയാത്ത അല്ലെങ്കിൽ മനസ്സിൽ കരയുന്ന എത്രയോ അമ്മമാരെ, എത്രയോ അച്ഛന്മാരെ, എത്രയോ സഹോദരന്മാരുണ്ടായിരിക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ. അപ്പോൾ അതും ശരിക്കൊക്കെ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? നമുക്കിങ്ങനെയുള്ള തീരാ ദുഃഖങ്ങൾ ഭഗവാൻ നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ കരകയറാനായിട്ട്? ശരിക്കും അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ കേൾക്കുന്ന പലർക്കും അത് ഉപകാരപ്രദമാകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ പലർക്കും തീർച്ചയായിട്ടും ഒരു ആശ്വാസം ലഭിക്കും. അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെയും ഭഗവതിയമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കാളിയമർദ്ദനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കാളിയൻ്റെ ആ ഭണത്തിന് മുകളിൽ നിന്നിട്ട് നൃത്തം ചെയ്യാൻ നമ്മുടെ ഭഗവാൻ. ഇടത്തെ കയ്യിൽ കാളിയൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കുള്ളിലും പിടിച്ചിട്ടുണ്ട്. ആ വാലൊന്നും ശരിക്കും കാണാമല്ലോ കേട്ടോ, ഉണ്ടമാലകൾ കൊണ്ടൊക്കെ ഒന്ന് മൂടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ 2 തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം വെളുത്ത നിറത്തിലായിരുന്നു, പിന്നെ ഒരെണ്ണം തെച്ചിയുടെ ഉള്ളിൽ കുറച്ച് വെള്ള, പിന്നെ തുളസി. അതെ, 3 പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കില്ലേ, അതേപോലത്തെ ഒരു ഭംഗിയുള്ളൊരു തിരുമുടിയായിരുന്നു രണ്ടാമതായിട്ട് ചൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് ചുവപ്പ് വെള്ള, അതിനെ തെച്ചി നന്ദ്യാർവട്ടവും ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തേത് തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് മാറി മാറി കോർത്തിരിക്കുന്നത്. അതിന് നടുക്കാണ് കാളിയൻ്റെ അഭണത്തിന് മുകളിൽ നൃത്തം ചെയ്യുന്ന രീതിയിൽ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ പീലി തിരുമുടിയൊക്കെ ഉണ്ട്, 3 പീലികൾ ചാർത്തിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. നെറ്റിയിൽ ഗോപി തിലകം, കാതുകളിലും ഇന്നലെ ഗോപി തിലകമാണ് വെച്ചിരിക്കുന്നത്. കഴുത്തിലും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നത്. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഇടത്തെ കാലുകൊണ്ട് ആ വാല് മുറുക്കെ പിടിച്ചിട്ടുണ്ട്, വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ. വലതേ കയ്യിൽ പൊന്നോടക്കുള്ളിലും പിടിച്ചിട്ടുണ്ട്. പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടി പട്ടുകോണൊക്കെ വെച്ചിട്ട് അരയിൽ കുറച്ച് അധികം അലങ്കാരങ്ങളുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് അങ്ങനെ ദൂരെ നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു എനിക്ക്. പിന്നെ കുഞ്ഞിക്കാലുകളിൽ തലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കാലിങ്ങനെ ചവിട്ടി വെച്ചിരിക്കുകയാണ് ആഭരണത്തിന് മുകളിലായിട്ട്. പിന്നെ ഒരു കാലം ഉയർത്തിയിട്ടുണ്ട്. അപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാൻ. കാളിയൻ്റെ ആഭരണമൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കാളിയമർദ്ദനായിരുന്നു ഇന്നലത്തെ അലങ്കാരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാളിയമർദ്ദനം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് എന്താ, ഈ കാളിയൻ്റെ 5 ഭണങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അഹങ്കാരങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ചവിട്ടി ഇല്ലാതാക്കുക ഭഗവാൻ ചെയ്യുന്നത്. ആ കാളിന്തിയിലെ കലർന്ന കാളിയൻ്റെ വിഷം മുഴുവൻ ഇല്ലാതാക്കി അത് ശുദ്ധീകരിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാ ചിന്തകളെയും മനസ്സിനെയും എല്ലാത്തിനെയും ഭഗവാൻ ശുദ്ധീകരിക്കും. അതാണ് കാളിയമർദ്ദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അഹങ്കാരമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കാളിയനെ ഭഗവാൻ അനുഗ്രഹിച്ചു, കൈവിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ, കുഞ്ഞു കുഞ്ഞു അഹങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതെല്ലാം മാറ്റിയിട്ട് ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് എല്ലാ അഹങ്കാരങ്ങളും ഭഗവാൻ നീക്കിത്തരണേ എന്ന് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ ആ ഒരു രൂപം, കാളിയമർദ്ദന നടനമാടുന്ന ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ കാളിയമർദ്ദന നടനമാടുന്ന ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ട് പോകുക കേട്ടോ. ഗണപതിക്ക് ചുവപ്പ് നിറത്തിലുള്ള ഉടയാടയാണ്, അരയിൽ മഞ്ഞപ്പട്ട് കൊണ്ട് ചുറ്റിയിട്ടൊക്കെ ഉണ്ട്. കഴുത്തിലൊരു പാലയ്ക്കമാല അണിഞ്ഞിട്ടുണ്ട്. പിന്നെ തുമ്പിയിലെ ഒരു സ്വർണ്ണപ്പൂ, അതങ്ങനെ ഒരു കമ്മൽ പോലത്തെയാണ് കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. നെറ്റിത്തടത്തിൽ 2 എണ്ണം വെച്ചിരിക്കുന്നത്. ചുവന്ന മഴത്തുള്ളി തൂങ്ങിക്കിടക്കുന്ന പോലത്തെ കമ്മലുകളുണ്ടല്ലോ, അത് പൊട്ടുപോലെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. 2 കാതുകളിലും നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്വർണ്ണ പൂക്കൾ വെച്ചിട്ട് പിന്നെ കിരീടം അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. കിരീടം ചാർത്തിയിരിക്കൊന്നുമില്ല, കിരീടം ചൂടിയിരിക്കുകയല്ല. മാലകളുണ്ടല്ലോ, സ്വർണ്ണ നിറത്തിലുള്ള മാലകൾ കൊണ്ടാണ് കിരീടം അലങ്കരിച്ചിരിക്കുന്നത്. നെറ്റിത്തടത്തിൽ ഒരെണ്ണം നെറ്റിപ്പട്ടം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലൊക്കെ ആയിട്ട് പ്രത്യേക അലങ്കാരങ്ങൾ. അങ്ങനെയാണ് കിരീടം ചാർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി അമ്മ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നേ. ചുവപ്പും മഞ്ഞയും കൂടിയിട്ടാണ് ഉടയാട കേട്ടോ. ചുവപ്പ് ഉടയാടുണ്ട്, സൈഡിൽ മഞ്ഞയൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ ചുവപ്പ് കൊണ്ട് തന്നെ ഒരു ഉത്തിരിയം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വലിയ സ്വരൂപം പോലെ തന്നെയാണ് തോന്നുക. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കാതിൽ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് കേട്ടോ. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കാതുകൾക്ക് മുകളിലായിട്ടും സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ അവിടെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് വളരെ ലളിതമായിട്ടാണ്. ഈ നമ്മൾ സ്വർണ്ണ ഗോപി വെക്കൂലോ, അതേപോലത്തെ ആകൃതിയിൽ ചാർത്തിയിരിക്കുക. 3 എണ്ണം, നടുക്ക് 2 സൈഡിലൊരെണ്ണമായിട്ടുള്ള കിരീടമാണ്. അത് ചാർത്തിയിട്ടുള്ള കിരീടമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട്. ആ ചിരിയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ട് പോകുക കേട്ടോ. അയ്യപ്പൻ്റെ ഉടയാടാം ഒരു പീക്കോക്ക് നിറത്തിൽ തന്നെയായിരുന്നു. ഇതിന് മുന്നത്തെ ദിവസം അത് തന്നെയായിരുന്നു കേട്ടോ. നല്ല തിളക്കൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ചുറ്റിയിട്ടും കൂടി ഉണ്ട്. 2 മാല അണിഞ്ഞിട്ടുണ്ട്. നടുക്ക് ഒരു ത്രികോണാകൃതിയിൽ പോലെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരമുണ്ട്. 2 തോളുകളിലും സ്വർണ്ണപ്പൂക്കൾ 2 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശൻ്റെ അങ്ങനെ ഒരു ഭാവമൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ന ചെറുപ്പക്കാരനൊന്നും ആയിരുന്നില്ല, കുറച്ച് പ്രായം ഉണ്ടായിരുന്നു അയ്യപ്പനെ. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വലിയൊരു സ്വർണ്ണപ്പൂവ്, അതിന് മുകളിൽ ഒരു സ്വർണ്ണപ്പൂവ്, അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നെറ്റിത്തടത്തിൽ 3 എണ്ണം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാതുകൾക്ക് മുകളിലായിട്ടും സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം
അത് ഇങ്ങനെ തട്ടായിട്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുകയല്ല, ഓരോ മാലകൾ ഇങ്ങനെ വെച്ചിട്ട് ഓരോ തട്ടുകളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം എല്ലാം സ്വർണ്ണമാണ്, നിറയെ സ്വർണ്ണ നിറത്തിലാണ് അയ്യപ്പൻ മുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം നല്ല തിളക്കുണ്ടായിരുന്നു കാണാനും, അത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ല അലങ്കാരത്തോട് കൂടിയിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ആ അമ്മയുടെ സങ്കടത്തെക്കുറിച്ച് പറയാം കേട്ടോ. അങ്ങനെ പുത്രദുഃഖത്താൽ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിലൊക്കെ മനസ്സിനെ നീറിക്കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ശരിക്കും അതിനൊക്കെ വിധിയെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ളവർക്ക് അതൊക്കെ അനുഭവിച്ചേ മതിയാകും. അപ്പോൾ ആ അമ്മയ്ക്കാണെങ്കിൽ പുത്രദുഃഖം അനുഭവിക്കണം എന്നുള്ളൊരു യോഗം ഉണ്ടായിരിക്കും. ആ കുട്ടിയുടെ ആയുസ്സും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആയുസ് തീർന്നാലേ ഈ പുത്രദുഃഖം അനുഭവിക്കണം എന്നുള്ള ഒരു യോഗം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. പലർക്കും അങ്ങനെയൊക്കെയാണ് വരണത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മരണം എന്നൊക്കെ പറഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഒരിക്കൽ മരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. സാധാരണ നമ്മൾ എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുക്കം മുഴുവനായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു പൊട്ട് കുത്തിയിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സ് ഒന്ന് എടുത്തിട്ട് വരാം എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം അതിനൊന്നും സാധിക്കില്ല. രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ എത്ര തവണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. ഈ യമധർമ്മനെയും അങ്ങനെയുള്ള ഒരു ദയയും ദയാദാക്ഷിണ്യം ഒട്ടുമില്ലാത്ത ആളാണെന്നാണ് പറയുക. ദയാനാസ്തി എന്നാണ് യമധർമ്മനെ പറയുക. അത് അങ്ങനെ തന്നെ വേണേനും. കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു എക്സ്ക്യൂസ് കൊടുത്തു എന്ന് വിചാരിക്കുക, അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുറച്ച് പേര് ക്യൂവിൽ നിൽക്കുകയാണ്, ഒരാൾ ഇടയിൽ കയറി അല്ലെങ്കിൽ ഒരാൾ ഇടയിൽ കയറ്റി, അപ്പോൾ പിന്നുള്ളവർക്കും അങ്ങനെ കയറ്റാനുള്ള ഒരു ടെൻഡൻസി വരും, ബാക്കിയുള്ളവർക്ക് കയറാനും തോന്നും. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദയ ഈ ഒരു കാര്യത്തിൽ മാത്രം കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളേ അല്ല, ആർക്കും അതിലൊന്നും മാറ്റാനും സാധിക്കില്ല. അതാണ് ഞാൻ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ പറഞ്ഞല്ലോ. അദ്ദേഹം ചുടല ഭദ്രകാളിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വരം ചോദിച്ചപ്പോൾ മന്ത് മാറ്റേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് താൻ മരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഭദ്രകാളി അത് പറഞ്ഞു കൊടുത്തു. എന്നാൽ പിന്നെ വരമായിട്ട് ഒരു ദിവസം മുന്നിലേക്ക് വെക്കാൻ പറ്റുമോ മരണം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭദ്രകാളി പോലും പറഞ്ഞത് തനിക്ക് അതിന് സാധിക്കില്ല എന്നാണ്. ഭദ്രകാളിക്ക് പോലും അത് സാധിക്കില്ല. അപ്പോൾ അത് ഓരോരുത്തർക്കും അവർ ജനിക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സമയത്താണെന്നുള്ളത്. അപ്പോൾ അത് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വിധിയാണ്, അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് വരുന്നതാണെന്നൊക്കെയാണ് പറയുക. പൂർവ്വജന്മാകൃതം പാപം വ്യാധി രൂപേണ ജായതേ. അതായത് എന്തൊക്കെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ, അപ്പോൾ എത്ര ജന്മങ്ങളുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല, നമ്മൾ എത്ര ജന്മം മുന്നേ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ജന്മത്തിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടാണ്, ആ കർമ്മഫലങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ ജനിക്കുക. അപ്പോൾ അത് പല തരത്തിലുള്ള ദുരിതങ്ങളായിട്ട്, ദുഃഖങ്ങളായിട്ട്, രോഗങ്ങളായിട്ട്, വ്യാധികളായിട്ടൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. നമ്മൾ അനുഭവിച്ചേ മതിയാകുള്ളൂ. പക്ഷെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പ്രാർത്ഥനകൾക്ക്, നാമം ജപിക്കുന്നതിനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് നാമം ജപിക്കൂ, ഭാഗവതം വായിക്കൂ, നാരായണീയം വായിക്കൂ, ഇത് കേൾക്കൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം. നമ്മൾ അനുഭവിക്കണം, പക്ഷേ ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നമ്മുടെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ തട്ടിയിട്ട് ഭഗവാൻ വിടും. ആ ഒരു കഴിവ് ഭഗവാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ജന്മം നമുക്കുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത്യന്ത വിസ്മൃതി എന്നാണ് മരണത്തെ പറയുക. അതായത് ഈ ജന്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നിട്ടാണ് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ജനിക്കുക. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളേ അല്ല. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ അവർക്ക് ആയുസ് ഉണ്ടാകും, പക്ഷെ അവരുടെ അമ്മമാർക്ക് പിരിയാനുള്ള ആ ഒരു യോഗം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ, ആ അമ്മ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ആ പിരിയാനുള്ള യോഗം അവർക്ക് വരും. അത് ചിലപ്പോൾ മകൻ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കാനൊക്കെ പോകുക, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുക, അപ്പോഴും പിരിയലായില്ലോ. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ചെറുപ്പത്തിൽ തന്നെ അവർ ബോർഡിംഗ് സ്കൂളിൽ പുറത്ത് വളരെ ദൂരെയുള്ളിടത്തൊക്കെ പഠിക്കാനായിട്ട് കൊണ്ടു ചെന്നാക്കും. അപ്പോൾ അവർ പിരിയുക എന്നുള്ളൊരു യോഗവും വന്നു. അവിടെ കുട്ടിക്ക് ആയുസ്സുള്ളത് കൊണ്ട് അതിന് മരണം സംഭവിച്ചില്ല. അങ്ങനെ പലതരത്തിലുള്ള യോഗങ്ങൾ പറയും. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കണം. അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പ്രാർത്ഥനകൾക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. നന്നായിട്ട് നാമം ചൊല്ലുക. കുന്തിദേവിയുടെ കഥ കേട്ടിട്ടില്ലേ? കുന്തിദേവി ഭഗവാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? എനിക്ക് ദുഃഖങ്ങൾ തരൂ എന്നാണ് ഭഗവാന്റെ അടുത്ത് ചോദിച്ചത്.
അവരൊരു സാഡിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അവർ ദുഃഖിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഭഗവാനെ വിളിക്കും. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തല്ലേ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിക്കുക. അപ്പോൾ ഭഗവാൻ ഓടി വരും, അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ആ ദുഃഖങ്ങൾ വേണമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ രന്തിദേവൻ ഈ ലോകത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ആ സങ്കടങ്ങൾ എനിക്ക് തരുമെന്നാണ് രന്തിദേവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി, വേറെ ആരും അനുഭവിക്കേണ്ടതായിട്ട് വരും ചെയ്യില്ല. അപ്പോൾ ഈ സങ്കടങ്ങളുടെ കാഠിന്യം കൂടുമ്പോഴാണ് ഭഗവാനെ അത്രയും ശക്തിയോട് കൂടി വിളിക്കുക. അത്രയും പെട്ടെന്ന് ഭഗവാൻ ഓടി വരും. അപ്പോഴും ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദുഃഖങ്ങൾ തരൂ എന്ന് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നാമജപമാണ് ചെയ്യേണ്ടത്. നല്ല ശക്തിയോട് കൂടി ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ വിളിക്കുക, നാമം ചൊല്ലുക. അപ്പോൾ ഒരുവിധം സങ്കടങ്ങളൊക്കെ പൂർണ്ണമായി മാറി കിട്ടും എന്നല്ല പറയണത്. അതിൻ്റെ ആ ഒരു കാഠിന്യം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനൊരു ശക്തി തരും. എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി അത് ഭഗവാൻ നമുക്ക് നൽകും. ഇപ്പോൾ ഈ അമ്മ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞു പറഞ്ഞുല്ലോ. അപ്പോൾ ഭഗവാന്റെ മുഖം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലേ, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടുള്ള മുഖഭാവമായിരിക്കും ഭഗവാൻ ഉണ്ടായിരിക്കുക. സദാ അങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു മുഖം എന്ന് പറയുന്നത്. ശരിക്കും ഭഗവാനും ഇതേപോലുള്ള സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം പുത്രനെ പ്രദ്യുമ്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഭഗവാൻ എന്താ ചെയ്തേ? ആരോടാ ഭഗവാൻ ചോദിക്കുക? ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഞാനെങ്കിലും പറയാനായിട്ടുണ്ട് സങ്കടങ്ങൾ, എനിക്കാരാ ഉള്ളത്? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൽ ചിലതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കും, നമ്മളത് കാണില്ല. നമ്മൾ കണ്ണട ധരിക്കുന്ന ആൾക്കാർ കണ്ണട കാണാനില്ല അവിടെ തെരഞ്ഞു നടക്കും. ആദ്യം മുക്കുമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർക്കത് കാണില്ല. എവിടെയൊക്കെ അന്വേഷിച്ച് നടക്കും. പിന്നെ ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുക ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെയാണ് നമ്മുടെ പല സങ്കടങ്ങളുടെ ഉത്തരങ്ങളും നമുക്ക് കൺമുന്നിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് തെളിയണം, നമുക്ക് ഭഗവാൻ തെളിയിച്ചു തരണം. അതിനാണ് പ്രാർത്ഥിക്കൂ, നാമം ചൊല്ലൂ എന്നൊക്കെ പറയണത്. അപ്പോൾ ആ ഒരു ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ആ ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും. ആ രീതിയിലാണ് ഭഗവാൻ നമ്മളിൽ എന്താ പറയുക, സംവദിക്കുക. നേരെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയില്ല, നമ്മുടെ ബുദ്ധിയിൽ അത് തെളിയിച്ചു തരും. അങ്ങനെ പല ദുഃഖങ്ങൾക്കും ഉള്ള ആ ഒരു പരിഹാരങ്ങൾ ഭഗവാൻ തന്നെ നമുക്ക് നൽകും. ഇതേപോലുള്ള വിയോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഞാൻ പൂർവ്വജന്മത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ സഞ്ചിത കർമ്മം ഒരു സഞ്ചിയായിട്ട് വരിക. ആ സഞ്ചിക്ക് എത്രത്തോളം ഭാരമുണ്ടോ അതൊക്കെ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് പ്രാരാബ്ധങ്ങൾ എന്ന് പറയുക. നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ ഉണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ ഒരു സഞ്ചിയായിട്ട് തൂക്കിക്കൊണ്ട് വരുന്നതാ. ഇതൊക്കെ അനുഭവിച്ച് തീരണ്ടേ? അപ്പോൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയും. നമുക്ക് ലഭിക്കുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളമാണെന്ന് നമുക്ക് പോലും അറിയില്ല. നമ്മളറിയാതെ തന്നെ അതങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകും, നമ്മളെ അധികം വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ. അതിനൊക്കെ ഈ നാമജപത്തിന് വലിയ വലിയ ശക്തിയുണ്ട് കേട്ടോ. പിന്നെ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കരയും പലരും. കരയുന്നതൊക്കെ അതില്ലാതാക്കുന്നതാ. അപ്പോൾ ഈ ഭക്തയും അവിടെ വന്നിട്ട് കരഞ്ഞു തീർക്കുക ചെയ്തേ. അപ്പോൾ അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടും. കർമ്മങ്ങൾ കത്തിപ്പോകുക എന്ന് പറയില്ലേ, അതുപോലെ കരഞ്ഞ് കളയുക. ഇപ്പോൾ ഒരു കടലാസ് നമ്മൾ തീയിട്ടത് ചാരായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അതിനെ കത്തിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സങ്കടങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോൾ അതിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുക, നന്നായി നാമം ചൊല്ലുക. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നാമം ചൊല്ലുക. അത് മാത്രമാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനോട് ഒപ്പം തന്നെ പറയാനായിട്ടുള്ളത്, നമ്മൾ എന്തൊക്കെ സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുക, നമുക്ക് ആരുമില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വായിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, നാമം ചൊല്ലുക, നാരായണീയം വായിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ സത്സംഗങ്ങളിൽ ഏർപ്പെടുക. സത്സംഗം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ആ ഒരു സംഘം, ഭഗവാനെ കുറിച്ച് പറയുന്നവരുടെ അടുത്ത്, അല്ലെങ്കിൽ അതുപോലുള്ള നാരായണീയ വായിക്കുന്ന ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നിടത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊക്കെ വളരെ വലുതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും പോകാനായിട്ട് സാധിക്കില്ലേ? നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. ഫോണിൽ നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നല്ലത് മാത്രം എടുക്കുക. ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് കേട്ടിരിക്കുക. അതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം പ്രഭാഷകർ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം വരും. ആ വിശ്വാസം മാത്രം മതി നമുക്ക് എല്ലാ സങ്കടങ്ങളും ഇല്ലാതെ ജീവിക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയണം കേട്ടോ, ഭഗവാനെ നന്നായിട്ട് മുറുകെ പിടിക്കാം. അത് മാത്രം മതിയാകും. എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ തന്നെ നമുക്ക് മാറ്റി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്.
ഇപ്പോഴും എൻ്റെ ബുദ്ധിമുട്ടുകൾ ചുമയൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇതൊന്നും മാറിയിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് മാറിയിട്ടുണ്ടോ എന്നൊക്കെ, പക്ഷേ ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് ശബ്ദം വളരെ പതുക്കെ ആയിട്ട് സംസാരിക്കണത്. നല്ല ചുമയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നാമജപം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എണ്ണി വരാറില്ല കേട്ടോ, പക്ഷെ നാമം എല്ലാവരും നന്നായിട്ട് ചൊല്ലിക്കോളും. എപ്പോഴും ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകട്ടെ, നാമം ചൊല്ലുന്നവരുടെ കൂടെ എല്ലായ്പ്പോഴും ഭഗവാൻ ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ദിവസത്തെ നാമജപം ഞാൻ എണ്ണിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് പറയാം. 2,34,121 നാമങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്, ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എല്ലാവർക്കും ചൊല്ലാനായിട്ട്, നമുക്ക് എല്ലാവർക്കും ഭഗവാനിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും എല്ലാവരും നന്നായി നാമം ചൊല്ലിക്കോളും. നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിത്തരട്ടെ. അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ഭഗവാൻ നൽകും കേട്ടോ. ഭഗവാനിലുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടല്ലോ, അത് മാത്രം മതി. ആ അചഞ്ചലമായിട്ടുള്ള ഭക്തി മുഴുവനായിട്ട് ഭഗവാനിൽ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം, ഇത് മാത്രമേ ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങൾ നാളെ പറയാം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.